ജയിക്കുന്നു ഞങ്ങളിലൂടെ. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നിതിന് നീതി തേടി അവന്റെ സുഹൃത്തുക്കളും സഹപാഠികളും തെരുവിലിറങ്ങിയ കാഴ്ച. അവരുടെ മുന്നിൽ കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചെറുപ്പക്കാരനെ കൊലക്കളത്തിലേക്ക് തള്ളിവിട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആരോപണ വിധേയരായ അധ്യാപകരെ പിരിച്ചുവിടണം. ഇനിയൊരു വിദ്യാർത്ഥിക്കും ഈ ഗതി ഉണ്ടാകരുത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ജീവനൊടുക്കിയ നിതിൻ രാജിന് നീതി ഇനിയും എത്ര അകലെയാണെന്നാണ് കേരളം ഒന്നടങ്കം ചോദിക്കുന്നത്. കോളേജിന്റെ നടത്തിപ്പിലെ അടിമുടി ദുരൂഹത കൂടി പുറത്തു വന്നതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിലായി. അവർ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർ റാമിന്റെ എടക്കാട്ടെ ക്ലിനിക്കിലേക്കും വീട്ടിലേക്കും പ്രതിഷേധ പ്രകടനം നടന്നു. കോളേജിന് പുറത്ത് അനിശ്ചിതകാല പ്രതിഷേധം നടത്താനുള്ള കടുത്ത തീരുമാനത്തിലാണ് വിദ്യാർത്ഥികൾ. ഈ കോട്ട് തന്നത് അച്ഛന്റെ അമ്മയുടെ വേർപ്പാണ്. ഇതിൽ ഇന്നലെ വരെ കണ്ണീര് പൊടിഞ്ഞു, ഇന്ന് ഇതിൽ ചോര പൊടിഞ്ഞു. ഞങ്ങൾ ഈ വെള്ള കുപ്പായത്തെ അപമാനിക്കുന്ന രീതിയിലല്ല പെരുമാറുന്നത്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രതിഷേധം. അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ വൈറ്റ് കോട്ട് ഊരിയാണ് ഇന്ന് പ്രതിഷേധം അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ റാമിനെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഒന്നാം വർഷ BDS വിദ്യാർത്ഥികളും ഇന്ന് ക്ലാസ് ബഹിഷ്കരിച്ചു. കോളേജിനെതിരെ പൂർവ്വ വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ രക്ഷിതാക്കളും ഇന്ന് രംഗത്തെത്തി. കൂടുതൽ രക്ഷിതാക്കൾ ഡോക്ടർ റാമിനെതിരെ പരാതിയും നൽകിയിട്ടുണ്ട്. ഇവിടെ മീറ്റിംഗ് നടന്നിരുന്നു, ഒരു ഇന്റേണൽ എക്സാം കഴിഞ്ഞിട്ട്. അത് 5 ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് കുറഞ്ഞതൊക്കെ ഇയാൾ വളരെ മോശമായി. അതായത് എല്ലാ ടീച്ചേഴ്സും ഉള്ള സമയത്താണ് ഈ മീറ്റിങ്ങിൽ പറയുന്നത്. പിന്നെ വേസ്റ്റ് നമ്മൾ പറയാൻ പാടില്ല, സ്വന്തം രക്ഷിതാവിൻ്റെ മുന്നിൽ നിന്ന് വേസ്റ്റ് എന്ന് പറയുന്നത് മോളെ, അല്ലെങ്കിൽ ഡോങ്കി, ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചു. നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച കാര്യം. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, നിതിന് നീതി എത്രത്തോളം അകലെയാണെന്നൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം ഈ സംഭവത്തിൽ അധ്യാപകനെതിരെ കേസെടുത്ത് ഒരാഴ്ചയാകാൻ പോകുന്നു. ഇപ്പോഴും ഡോക്ടർ റാം ഒളിവിലാണ്. ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വലിയ പ്രതിഷേധമുയരുന്നു. വിദ്യാർത്ഥികളടക്കം തെരുവിലിറങ്ങുന്നു. അവരുടെ തുടർ പഠനം പോലും പ്രതിസന്ധിയിലാകുന്ന അവസ്ഥ. എന്താണ് നിലവിലെ സ്ഥിതി? കൂടുതൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ രംഗത്തിറങ്ങുന്ന സാഹചര്യമാണോ? ടോമെ, സമൂഹത്തിന് മുന്നിൽ വലിയ ചോദ്യങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളായ ഈ കുട്ടികൾ വെക്കുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് പ്ലേ ചെയ്ത ആ ഓഡിയോ തന്നെ അതിൽ ഏറ്റവും വലിയ തെളിവ്. അതായത് വെള്ളക്കുപ്പായം, ആ കുപ്പായത്തിൽ ആദ്യം കണ്ണീരണിഞ്ഞു, പിന്നീട് അതിൽ ചോര പൊടിഞ്ഞു. അതാണ് അവർ പറയുന്നത്. ആ കൂട്ടിപ്പോൾ തൽക്കാലം ഉപേക്ഷിക്കുന്നു. കാരണം ഇതിൽ നിതിന് നീതി വേണം. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുവരെ 6 ദിവസമായിരിക്കുന്നു നിതിൻ മരിച്ചിട്ട്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിതിൻ മരിക്കുന്നത്. ഇന്നേക്ക് 6 ദിവസമായിരിക്കുന്നു. ഇതിൽ കൃത്യമായ ആരോപണ വിധേയരായവരുണ്ട്. അവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഡോക്ടർ റാം അതുപോലെ തന്നെ സംഗീത എന്ന് പറയുന്ന 2 പേർക്കെതിരെ, അധ്യാപകരായ 2 പേർക്കെതിരെ കേസെടുത്തത്. പക്ഷേ 6 ദിവസമായിട്ടും ഇവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇവർ ഒളിവിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പോലീസ് പറയുന്നത്. എവിടെയാണ് ഇവർ ഒളിവിൽ പോയിരിക്കുന്നത്? അതെങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് അവർക്ക് അങ്ങനെ ഒളിവിൽ പോകാൻ സാധിക്കുന്നത്? ഏതായാലും മുൻകൂർ ജാമ്യ ഹർജി, അറസ്റ്റുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യ ഹർജി ഇവർ സമർപ്പിച്ചിട്ടില്ല. എന്താണ് ഇതിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്ന ചോദ്യമാണ് സമൂഹം ചോദിക്കുന്നത്. അതോടൊപ്പം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ചോദിക്കുന്നത് അതാണ്. ഏതായാലും ഇന്ന് വലിയ പ്രതിഷേധമാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. അതോടൊപ്പം ഈ ഡോക്ടർ റാം എന്ന് പറയുന്ന ഈ ഇതിന്റെ അധ്യാപകന്റെ ക്ലിനിക്കിലേക്ക് ഇന്ന് മാർച്ച് നടന്നു. മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. അതോടൊപ്പം പോലീസിനെതിരെയും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കമ്മീഷണർ ഓഫീസിലേക്കും ഇന്ന് യൂത്ത് ലീഗിന്റെ മാർച്ച് ഉണ്ടായി. അങ്ങനെ പ്രതിഷേധം ഓരോ ദിവസം കഴിയുന്നോറും പ്രതിഷേധം കൂടുന്ന സാഹചര്യം തന്നെയാണ്. ഇതിൽ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും വലിയ ഒത്തുകളി ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. മാനേജ്മെന്റുമായി ചർച്ച കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപാണ്
മാനേജ്മെന്റ് ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞത് അന്ന് റാമിനെ പുറത്താക്കണം എന്നൊരു ആവശ്യമാണ്. 5 ഇന ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം റാം എന്ന് പറയുന്ന ഈ അധ്യാപകനെ അവിടെ നിന്ന് പുറത്താക്കണം. കാരണം പൂർവ്വ വിദ്യാർത്ഥികൾ പരാതിയുമായി വരുന്നു, നിലവിലുള്ള വിദ്യാർത്ഥികൾ പരാതിയുമായി വരുന്നു. നിതിന്റെ കുടുംബം ആരോപിച്ചത് നിതിൻ ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ കാരണത്തിൽ ഒന്ന് അതാണ്. അത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇയാളെ പുറത്താക്കാത്തത്? ഈ നേരത്തെ സസ്പെൻഷനായ ഒരാളാണ്, ഇപ്പോൾ സസ്പെൻഷനിൽ ഒരാളാണ്, ഇങ്ങനെ ഒരു കേസ് കൂടി വന്ന ഒരാളാണ്. ഇദ്ദേഹത്തെ പുറത്താക്കാൻ ഇതുവരെ കോളേജ് മാനേജ്മെന്റ് തയ്യാറാകാത്തതാണ് ഏറ്റവും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് മാനേജ്മെന്റ് ഇതുവരെ ഈ വിദ്യാർത്ഥികളുമായോ രക്ഷിതാക്കളുമായോ ഒരു ചർച്ച ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ഈ വിഷയം ഗവർണർ തലത്തിൽ എത്തിയിട്ടുണ്ട്. ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ആരോഗ്യ സർവകലാശാല ഉദ്യോഗസ്ഥരൊക്കെ അവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ ഈ ഒരു തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതായത് കുടുംബത്തിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി അതിൽ നിർണായക കാര്യങ്ങൾ അവർ മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ സഹപാഠികളുടെ, അധ്യാപകരുടെ, ജീവനക്കാരുടെ ഇവരെ മൊഴി ഇനി രേഖപ്പെടുത്താറുണ്ട്. ഏതായാലും ഉദ്യോഗസ്ഥർ വൈകാതെ തന്നെ ആ മൊഴികളിലേക്ക് അടുക്കും. ഏതായാലും ഇന്നാണ് ഈ നിതിന്റെ സഹപാഠികൾ കോളേജിലേക്ക് എത്തുന്നത്. ഇന്നാണ്. കാരണം ഈ സംഭവം നടന്നതിന് ശേഷം അവധിയായിരുന്നു, അവരെല്ലാം കോളേജിൽ എത്താത്ത സാഹചര്യമായിരുന്നു. അവസാന വർഷ വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോളേജിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിതിന്റെ സഹപാഠികൾ എത്തി, മറ്റു കുട്ടികളൊക്കെ എത്തി. അങ്ങനെ മുഴുവൻ ആ ക്യാമ്പസിലെ മുഴുവൻ കുട്ടികൾ എത്തുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. അവരെല്ലാം തന്നെ നിതിന്റെ പുറം ചേർന്നു. നിതിന്റെ കുടുംബം ആരോപിക്കുന്നത് ശരിയായ കാര്യമാണ്, അതാണ് അവിടെ നടക്കുന്നതെന്ന് തെളിയിക്കുന്ന ഓരോ കാര്യങ്ങളാണ്, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ് പറയുന്നത് അവരെ വേസ്റ്റ് എന്ന് വിളിച്ചു, അതും സ്റ്റാഫ് റൂമിൽ നിന്നും മറ്റ് അധ്യാപകരെല്ലാം കേൾക്കെ അത്തരത്തിൽ വിളിച്ചു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള മാനസിക പീഡനം വിദ്യാർത്ഥികൾ കേൾക്കേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്, ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ എന്തായാലും കർശനമായ നടപടികൾ സ്വീകരിക്കണം. അതല്ലാതെ ഇനി ക്ലാസ്സിലേക്ക് കയറില്ല. അവരുടെ ഏറ്റവും പരിശുദ്ധമായ അല്ലെങ്കിൽ ഈ ജോലിയുടെ ഭാഗമായ പ്രൊഫഷണലിന്റെ ഭാഗമായ ആ കോട്ട് പോലും അവർ ഊരിവെക്കാൻ തയ്യാറായതാണ്. അതായത് തുടക്കത്തിലൊക്കെ അവർ പറഞ്ഞത് തങ്ങളുടെ ഭാവി എന്താവുമെന്ന് അറിയില്ല, ഇതിൽ പ്രതികരിച്ചാൽ തങ്ങൾക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവർ ഇപ്പോൾ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നു, പ്രതികരിക്കുന്നു, കൂടുതൽ പ്രതികരണം വരുന്നു. ഇയാൾക്കെതിരെ, റാമിനെതിരെ കൂടുതൽ പരാതികൾ വരുന്നു എന്നാണ്. ആരോഗ്യ സർവകലാശാലയ്ക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കോളേജ് അധികൃതർക്കും ഈ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളും പരാതി നൽകിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇത്തരം മോശം അനുഭവം ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും. പിന്നെ എന്തുകൊണ്ടാണ് റാമിനെതിരെ നടപടിയെടുക്കാൻ വൈകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇവിടെ ബൈജു, ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിദ്യാർത്ഥികളടക്കം സർവകലാശാലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇയാളെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണ് പുറത്താക്കാത്തതെന്ന ചോദ്യമാണല്ലോ ഉയരുന്നത്. മാത്രമല്ല, പോലീസിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? ഇതുവരെയും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടല്ലോ. 6 ദിവസമായി ഡോക്ടർ റാം എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോമെ, ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഈ കുടുംബത്തിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. അതിൽ നിർണായകമായ വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ മൊഴി അത് ഗവർണർക്ക് മുന്നിൽ ആ മൊഴി കൃത്യമായി അവർ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ റിപ്പോർട്ടായി വരേണ്ടത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും മൊഴിയാണ്. ആ മൊഴി വൈകാതെ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടി ഗവർണർക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൽ കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ കോളേജിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അംഗീകാരം സംബന്ധിച്ച് ഈ കോളേജിനെ മറ്റൊരു കോളേജായ കാസർഗോഡ് ജില്ലയിലെ സെഞ്ചുറി ഡെന്റൽ കോളേജ് അംഗീകാരം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവിടുത്തെ കുട്ടികളെല്ലാം മറ്റ് കോളേജുകളിലേക്ക് പോയൊരു സാഹചര്യമുണ്ട്. അത് ഇതേ മാനേജ്മെന്റ് കീഴിലാണ്. ജബ്ബാർ ഹാജി എന്ന് പറയുന്ന പഴയങ്ങാടി മാട്ടൂരിലെ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ദന്തൽ ആശുപത്രിയാണ്. അതിപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. ഈ കോളേജിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ നിയമ പോരാട്ടം കോടതികളിൽ നടക്കുന്നു. ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ ഈ കെട്ടിടം ഇവിടെ നിന്നും ഒഴിയണം, ഇത് അനധികൃതമായ ഇതിനകത്തുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു വിധി വരെ വന്നിരുന്നു. പക്ഷേ അതിപ്പോൾ സ്റ്റേ ആണ്. ഏത് സമയത്തും അത്തരം നടപടികളിലേക്ക് വന്നേക്കാം. അതിനിടയിലാണ് ഗവർണറുടെ നേരിട്ടുള്ള ഇടപെടൽ. ഒരുപക്ഷെ ഈ കോളേജിന്റെ അംഗീകാരം പോലും വൈകാതെ തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഏതായാലും ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം അത്തരം നടപടികൾ വന്നാൽ ഈ കുട്ടികൾക്ക് സംസ്ഥാനത്തിലെ മറ്റ് ദന്തൽ കോളേജുകളിലേക്ക് അവരെ മാറ്റി അവർക്ക് പഠനം തുടരാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണ് ഇതിന്റെ ഉത്തരവുകൾ സാധാരണ വരാറുള്ളത്. പക്ഷേ നിലവിൽ ഇതിനെല്ലാം ഒരു വേഗതയില്ല, വളരെ മന്ദഗതിയിലാണ്
അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം. അതായത് ഇത് ദിവസവും ഇതിന്റെ ഓരോ വാർത്തകൾ റിപ്പോർട്ട് വരുന്നു, പുറത്തു വരുന്നു, പുതിയ പുതിയ ആരോപണങ്ങൾ വരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഒന്നും വളരെ വേഗത്തിൽ ഉണ്ടാകാത്തത് എന്ന ചോദ്യമാണ് വരുന്നത്. പോലീസിന്റെ കാര്യത്തിൽ പോലീസിന് ഇതുവരെ ഈ റാം എന്ന് പറയുന്ന ഈ സർവകലാശാല അധികൃതർ ഇന്ന് കോളേജിൽ പരിശോധനയ്ക്കായി എത്തുമെന്ന വിവരങ്ങളുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികൾ മാനേജ്മെന്റിനെതിരെ അതോടൊപ്പം അധ്യാപകർക്കെതിരെയും കടുത്ത നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാവുകയുള്ളൂ. ഈ ആരോഗ്യ സർവകലാശാല അധികൃതർ എപ്പോഴായിരിക്കും പരിശോധനയ്ക്ക് എത്തുക? അതിനുശേഷം എത്ര ദിവസത്തിനുള്ളിൽ ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം? അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? വളരെ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. ഏതായാലും ഇന്ന് ഈ സംഘം എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്തിയിട്ടില്ല. കാരണം ഇന്ന് വിദ്യാർത്ഥികളെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. വിദ്യാർത്ഥികൾ ഈ ക്ലാസ് മുറികളിലേക്ക് കയറാത്ത സാഹചര്യമുണ്ട്. നാളെ ആയിരിക്കും ഈ സംഘം എത്തുക. ഇന്ന് എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അതായത് സർവകലാശാല സമിതി അംഗങ്ങളാണ് ഇവിടെ എത്തുക. വൈസ് ചാൻസലർ നിലവിൽ വീട്ടിൽ പോയി മൊഴിയെടുപ്പ് പൂർത്തിയാക്കി. ഇവിടെ എത്തുക സമിതി അംഗങ്ങളായിരിക്കും. ആ അംഗങ്ങളുടെ മൊഴിയെടുപ്പ് 1-2 ദിവസം നീണ്ടുനിൽക്കും. കാരണം വിശദമായ മൊഴിയെടുക്കൽ ഉണ്ടാകും. എല്ലാവരിൽ നിന്നുമുള്ള വിശദമായ മൊഴിയെടുക്കൽ ഉണ്ടാകും. അതിനുശേഷം 3 ദിവസത്തിനകം തന്നെ ഈ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കും. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഗവർണറുടെ ഭാഗത്ത് നിന്നുള്ള കടുത്ത തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കോളേജിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അംഗീകാരം നഷ്ടപ്പെടുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രത്തോളം വലിയ ആരോപണം ഈ കോളേജ് ഭൂമിയുമായും കോളേജ് അധികൃതരുമായും അല്ലെങ്കിൽ മാനേജ്മെന്റുമായും ഒക്കെ ഉയരുന്നുണ്ട്. ഈ മാനേജ്മെന്റിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതാണ്. ഈ വിദ്യാർത്ഥികളോ അധ്യാപകരോ ഇതുവരെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. ഇതാരാണ് മാനേജ്മെന്റ് എന്ന കാര്യത്തിൽ പോലും വലിയ സംശയമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ജബ്ബാർ ഹാജി എന്ന് പറയുന്ന പഴയങ്ങാടി മാട്ടൂൽ സ്വദേശി ഏറ്റവും ഒടുവിലായി ഇന്നലെയാണ് ഈ കാര്യങ്ങളൊക്കെ കുറെ വ്യക്തത വന്നതും ആരൊക്കെയാണ് ഇതിൽ പാർട്ണർമാർ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നതും. ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. MBBS ആയിക്കോട്ടെ, BPharm ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അങ്ങനെ 7ഓളം സ്ഥാപനങ്ങൾ ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്നു. പക്ഷെ അതെല്ലാം ഓരോ ഘട്ടം ഘട്ടമായി അംഗീകാരം നഷ്ടപ്പെട്ട് അടച്ചുപൂട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഈ ഒരു കാര്യത്തിലും അത്തരം നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, കയ്യേറ്റ ഭൂമിയാണെന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരും. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു അനാസ്ഥ ഇതിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും ദിവസം വൈകിയത് അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നീതി ഉടൻ നടപ്പിലാക്കണം, അതല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ട് എന്ന ഒരു ആരോപണം അവർ ഉന്നയിച്ചിരുന്നു. ഇതൊരു വെറും ഒരു ലോൺ ആപ്പിന് മാത്രം ഒതുങ്ങുന്നതല്ല എന്നും കുടുംബം പറയുന്നുണ്ട്. അതല്ലാതെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റു പല കാരണങ്ങളുണ്ട്. ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെതിരുള്ള കാരണം പല തരത്തിൽ പല വിദ്യാർത്ഥികളായി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അങ്ങനെ ആരോപണങ്ങളായി ഓരോ ദിവസവും മുന്നോട്ട് വരുന്ന കാര്യമാണ്. അതിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. അതെല്ലാം പുറത്തു കൊണ്ടുവരണം. നമുക്ക് ഇതിൽ കൃത്യത വരണം എന്നാണ് കുടുംബം പറയുന്നത്. ഇതിലൊരു വ്യക്തത വരണം. എന്താണ് മരണത്തിന് കാരണമെന്നത്? നേരത്തെ ഉന്നയിച്ച ആരോപണം ഈ നിതിൻ മരിച്ചിട്ട് പോലും വീട്ടിലേക്ക് അറിയിക്കാൻ വളരെ വൈകി, 2 മണിക്കൂറോളം വൈകി, ആശുപത്രിയിൽ 3 മണിക്കൂറോളം എന്ത് ചെയ്തു എന്ന ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കുടുംബം ചോദിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു ഉത്തരം വന്നിട്ടില്ല. മാത്രമല്ല ഈ മാനേജ്മെന്റ് ഇതുവരെ നിതിനെ ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ നിതിന്റെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനോ ഒന്നും രംഗത്ത് വരാത്തതും വലിയ ദുരൂഹത ഉയർത്തുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആരോപണ വിധേയരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം ഇന്നുണ്ടായത്. യൂത്ത് ലീഗിന്റെയും ഡിവൈഎഫ്ഐയും ഒക്കെ പ്രതിഷേധമുണ്ടായത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആരോഗ്യ സർവകലാശാല അധികൃതർ നാളെ കോളേജിൽ എത്തി വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവിടെ പല ചോദ്യങ്ങൾക്ക് ഇപ്പോഴും കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് നിതിൻ ജീവനൊടുക്കിയത്? പോലീസ് പറയുന്നത് പോലെ ഈ ഓൺലൈൻ ആപ്പിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. അധ്യാപകൻ്റെ ഭീഷണി മാത്രമാണോ അല്ലെങ്കിൽ ചൂഷണം മാത്രമാണോ ഈ ആത്മഹത്യക്ക് കാരണമായത്? തുടങ്ങിയ കാര്യങ്ങളിലും വരും ദിവസങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. ജീവനക്കാരെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയതായി കണ്ടെത്തിയതോടെ നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ പ്രതിസന്ധി രൂക്ഷം. നാസിക്കിലെ BPO സെന്ററിലെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ തീരുമാനമായി. മറ്റു വിഭാഗങ്ങളിലെ ജീവനക്കാരോട് വർക്ക് ഫ്രം ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. നിലവിൽ നാസിക് പോലീസ് അന്വേഷിക്കുന്ന കേസ് NIAയ്ക്കും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനും കൈമാറിയേക്കുമെന്നാണ് സൂചന. നാസിക് TCSലെ HR മാനേജർ നിദാ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു മതപരിവർത്തനം. ഒളിവിൽ പോയ നിതയ്ക്കായി അന്വേഷണം തുടരുകയാണ്. ഇതുവരെയും 6 ജീവനക്കാർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഇതുവരെയും അതോടൊപ്പം ഈ ലൈംഗിക അതിക്രമ പരാതികളിലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ശുചീകരണ തൊഴിലാളികളെന്ന പേരിൽ ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയതും
പ്രതികളെ പിടികൂടിയത്. അജയ് സുധാ ബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, രാജ്യത്തെ തന്നെ IT മേഖലയെ നടുക്കിയ സംഭവമാണ് ഈ TCSലെ നിർബന്ധിത മതപരിവർത്തനം. അവിടുത്തെ നിരവധി ജീവനക്കാരെ മതപരിവർത്തനം നടത്തുന്നു, അതോടൊപ്പം ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. ഗുരുതരമായിട്ടുള്ള പരാതികളാണ്. പോലീസിന് അന്വേഷണത്തിൽ ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പോൾ നാസിക് പോലീസ് അന്വേഷിക്കുന്ന കേസ് NIAക്കും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനും കൈമാറിയേക്കുമെന്ന സൂചനയുണ്ട്. നിലവിൽ പോലീസ് അന്വേഷണത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? അതോടൊപ്പം HR മാനേജർ നിദ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു മതപരിവർത്തനം എന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ നിധയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിധയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ പല ഈ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തിയ ഒരു വസ്തുതയുണ്ട്. അതായത് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട മറ്റ് 7 പുരുഷ ജീവനക്കാർ ഇവരൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു സംഘത്തെ പോലെയാണ് പ്രവർത്തിച്ചു വന്നിരുന്നതെന്ന് ഇവർ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് പോലീസ് സംശയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഇത്ര ആസൂത്രിതമായി മറ്റ് മതസ്ഥരായിട്ടുള്ള സ്ത്രീകളെ ലക്ഷ്യമാക്കി, അതുപോലെ തന്നെ ഈ പുരുഷന്മാർക്ക് നേരെ പ്രത്യേക ഒരു മതപരമായിട്ടുള്ള വിവേചനം നടത്തുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇവർക്ക് പ്രത്യേക ഫണ്ടിങ് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടോ, വിദേശ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ പോലീസ് സംശയം ചെലുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും വിദേശത്തുള്ള ഒരു മതപുരോഹിതന്റെ പ്രത്യേക നിർദ്ദേശവും അവിടെ നിന്നുള്ള നിയന്ത്രണം ഉൾപ്പെടെ ഈ ജീവനക്കാർക്ക് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ജീവനക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിഗമനം എന്ന് പറയുന്നത്. ഇതിനായി വിദേശ ഫണ്ടിങ്ങും ലഭിച്ചതായിട്ട് സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു സംശയത്തിൽ ഊന്നിയുള്ള അന്വേഷണത്തിന് ഉപകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ കേസ് NIAക്കും അതുപോലെ ATSനും ഉൾപ്പെടെ കൈമാറാൻ പോലീസ് ആലോചിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായിട്ട് ഈ കേസിൽ ഇപ്പോൾ 9 FIR ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 8 സ്ത്രീകളും അതുപോലെ തന്നെ ഒരു പുരുഷനുമാണ് ഈ ആരോപണ വിധേയരായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഒരു പെൺകുട്ടിയാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. ആ പെൺകുട്ടിക്ക് ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുകയായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി തന്നെ പല കാര്യങ്ങളും ഭയന്ന് മറച്ചു വെക്കുന്നതായിട്ട് പോലീസിന് സംശയമുണ്ടായിരുന്നു. അപ്പോൾ ഈ സംശയം കാരണം ഈ പോലീസ് തന്നെ ഈ പെൺകുട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും പ്രത്യേക കൗൺസിലിംഗ് നൽകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടി കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. അതായത് ഈ സ്ഥാപനത്തിൽ ഈ TCS എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മതപരമായിട്ടുള്ള വിവേചനം നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ പ്രത്യേകിച്ച് 20നും 25 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു മതപരിവർത്തനത്തിന് ശ്രമം നടത്തുന്നു. ഈ പെൺകുട്ടികളെ അതുപോലെ തന്നെ ഈ മറ്റ് ശാരീരികമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുന്നു. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പീഡനം, മതപരമായിട്ടുള്ള വിവേചനം, ഇവയെല്ലാം ഈ സ്ഥാപനത്തിൽ നിലനിൽക്കുന്നതായിട്ട് ഈ പെൺകുട്ടി പിന്നീട് മൊഴി നൽകി. ഇതിനെ തുടർന്ന് പോലീസ് മറ്റ് തുടരന്വേഷണം നടത്തിയപ്പോഴാണ് ഈ സ്ഥാപനത്തിലെ കൂടുതൽ ജീവനക്കാർ പരാതി നൽകാൻ തയ്യാറായി ധൈര്യപൂർവ്വം രംഗത്ത് വരികയുൾപ്പെടെ ചെയ്തത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ 8 പെൺകുട്ടികൾ പരാതി നൽകി. പിന്നീട് ഒരു പുരുഷനും കൂടി പരാതി നൽകി. ഈ പുരുഷനെ ഇപ്പോൾ ഈദുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിർബന്ധിതമായിട്ട് നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുകയും തലയിൽ തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തതായിട്ട് ഇയാൾ ആരോപിക്കുന്നു. അതുപോലെ ഈ സസ്യബുക്കായിട്ടുള്ള ഇയാളെ നിർബന്ധിച്ച് മാംസാഹാരം കഴിപ്പിക്കുന്നു എന്നുള്ള ആരോപണമുണ്ടായിരുന്നു. അതുപോലെ ഇയാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പല പരാമർശങ്ങൾ, ഈ കുടുംബ ജീവിതത്തിൽ ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഭാര്യയെ ഞങ്ങൾക്കരികിലേക്ക് പറഞ്ഞു വിടൂ എന്നുള്ള വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ വരെ ഇദ്ദേഹത്തിനോട് നടത്തിയതായിട്ടുള്ള വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഇതിലൊരു പെൺകുട്ടിയെ ടെറസിലിരുത്തി ജോലി ചെയ്യിപ്പിച്ചു. അതുപോലെ ബാത്റൂമിൽ പോകണമെങ്കിൽ കയ്യിൽ നിന്ന് ബാഗും അതുപോലെ തന്നെ മൊബൈൽ ഫോണും എല്ലാം വാങ്ങിവെച്ചു എന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഒരു ജീവനക്കാരൻ വെളിപ്പെടുത്തുന്നത് ഇതിലുള്ള ഈ ആരോപണ ഉളവാക്കുന്ന കാര്യം, അതായത് ഇത് ഈ അടുത്തിടെ തുടങ്ങിയ ഒരു പ്രവണതയല്ല. 2022 മുതൽ, അതായത് കഴിഞ്ഞൊരു 3-4 വർഷമായി ഇങ്ങനെ മതപരിവർത്തനം ഈ TCS കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തൽ. അവിടെ വിദേശ രാജ്യത്തെ ആളുകളുടെ ഇടപെടലുകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുണ്ട് പറയപ്പെടുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിന് പിന്നിൽ ഒരു ബാഹ്യ തീവ്രവാദ ശക്തികളുടെ ഒരു ഇടപെടൽ ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? മാത്രമല്ല, എന്തുകൊണ്ടാണ്
ഇത്രയധികം വർഷങ്ങളായി ഇതുപോലുള്ള അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമം ഉൾപ്പെടെ മതപരിവർത്തനം ഉൾപ്പെടെ തുടർന്നിട്ടും അവിടുത്തെ അധികൃതർ, ഈ കമ്പനി അധികൃതർ അറിയാതെ പോയത്, ഒരു ജാഗ്രതക്കുറവ് എവിടെയായിരിക്കും സംഭവിച്ചത്? ടോം, ഈ ആരോപണ വിധേയരായിട്ടുള്ള പുരുഷന്മാർ അവർ പ്രധാനമായിട്ടും അവിടെ പല ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പ് ലീഡേഴ്സ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചു പോകുന്നവരാണ്. അത് മാത്രമല്ല ഒരു ഗ്യാങ് ആയിട്ടുള്ള ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമായിരുന്നു ഇവർ നടത്തിയിരുന്നത്. അത് മാത്രമല്ല വളരെയധികം ഇതിലൊരു ആക്ഷേപം നേരിടുന്നത് ഇവിടുത്തെ HR മാനേജർ ആയിട്ടുള്ള നിദ്ദ ഖാൻ തന്നെയാണ്. അതായത് ഈ ജീവനക്കാർ പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ പരാതിയായിട്ട് നിദ്ദ ഖാന്റെ അരികിൽ പോയിരുന്നു. പക്ഷേ ഈ നിദ്ദ ഖാൻ ഇതെല്ലാം സാധാരണയായി നടക്കുന്ന സംഭവങ്ങളാണ്, വെറും റാഗിംഗ് ആയിട്ട് കണക്കാക്കണം എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് കളയുകയായിരുന്നു. അതുപോലെ പല പരാതികൾ വന്നാലും നടപടി എടുക്കാത്ത അവസ്ഥ, അതുപോലെ പരാതി നൽകുന്നവരെ തിരിച്ച് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതി, ഇതെല്ലാം അവിടെ നടന്നു വന്നതാണ്. ഈ പോലീസ് ഈ സമയപരിധി കണക്കാക്കുന്നത് 2022 ഫെബ്രുവരി മുതൽ 2026 മാർച്ച് വരെ ഇത്തരം കാര്യങ്ങൾ ഈ കമ്പനിയിൽ TCS-ൽ നടന്നു പോയതായിട്ടാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 2 വനിതാ ജീവനക്കാർക്കെതിരെയാണ് നിലവിൽ ആരോപണങ്ങളുള്ളത്. അതിലൊരാളാണ് നിദ്ദ ഖാൻ. ഇവരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒളിവിലായിരുന്നു, പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ മറ്റൊരു വനിതാ ജീവനക്കാരിക്ക് കൂടി നേരെ ആരോപണമുണ്ട്. പക്ഷേ അവർ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊത്തം ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം 8 ആയിട്ടുണ്ട്. ആസിഫ് അൻസാരി, അതുപോലെ തന്നെ ഷാഫി ഷെയ്ഖ്, ഷാരൂഖ് ഖുറൈസി, റാസ മേമൻ, തൗസിഫ് അക്തർ, ഡാനിഷ് ഷെയ്ഖ്, അതുപോലെ അശ്വിനി ചൈരാനി, നിദ്ദ ഖാൻ, ഇത്രയും ആളുകളാണ് നിലവിൽ അറസ്റ്റിലായതായിട്ട് വിവരമുള്ളത്. ഇതിൽ ഈ നിദ്ദ ഖാൻ എന്ന് പറയുന്ന HR മാനേജർ അവർ വനിതകളായിട്ടുള്ള മറ്റ് ജീവനക്കാരെ സൗഹൃദം നടിച്ച് അവർക്കൊപ്പം കൂടിച്ചേർന്ന് അവരെ നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുകയും അതുപോലെ തന്നെ ഹിജാബ് ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതായിട്ടും ഇവർക്കെതിരെയും ആരോപണമുണ്ട്. അതുപോലെ പല പരാതികൾ ഉണ്ടാകുമ്പോഴും മേൽ ഉദ്യോഗസ്ഥരെ അതിന്റെ ഉന്നത തലങ്ങളിലോട്ട് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാതിരിക്കുകയും, അതുപോലെ പോഷ് നിയമം എല്ലാ സ്ഥാപനങ്ങളിലും നിർബന്ധിതമായി നടപ്പിലാക്കേണ്ട പോഷ് നിയമം ഇവിടെ നടപ്പിലാക്കിയില്ല, അതിന്റെ ഒരു ലംഘനം ഉണ്ടായതായിട്ടും ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത് കാരണം ഇവിടെ ഒരു ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ടാറ്റ ആൻഡ് സൺസിന്റെ ചെയർമാനായിട്ടുള്ള N ചന്ദ്രശേഖരൻ അദ്ദേഹം ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. കമ്പനിയിൽ ഒരിക്കലും ഇത്തരം ലൈംഗിക ചൂഷണങ്ങൾ, ഈ മതപരമായിട്ടുള്ള വിവേചനം, ഇതൊന്നും വച്ചുപൊറുപ്പിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കമ്പനിക്കകത്ത് തന്നെ നിലവിൽ ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുന്ന സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. വനിതാ കമ്മീഷനും ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു റിട്ടയർഡ് വനിതാ ജഡ്ജി ഉൾപ്പെടെ അംഗമായിട്ടുള്ള സമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു SIT നേരത്തെ തന്നെ രൂപീകൃതമായിരുന്നു. ആ SITയുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 9 FIR-കൾ രജിസ്റ്റർ ചെയ്ത് നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിദേശ ബന്ധം ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ NIA-ക്കും അതുപോലെ തന്നെ ATS-നും ഉൾപ്പെടെ കൈമാറാനുള്ള ആലോചനകൾ നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഇത്തരത്തിൽ കൈമാറിയിട്ടില്ല. അതിന്റെ ആലോചനകൾ പ്രാരംഭഘട്ടത്തിലാണ്. വ്യക്തമാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. നാസിക്കിലെ TCS-ലുണ്ടായ മതപരിവർത്തനവും ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം NIA-ക്കും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനും കൈമാറിയേക്കുമെന്നാണ് സൂചന. നിലവിൽ നാസിക് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. 6 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. HR മാനേജർ നിദ്ദ ഖാൻ ഒളിവിലാണ്. ഇവരാണ് ഈ ഒരു മതപരിവർത്തനത്തിൻ്റെ മുഖ്യ ആസൂത്രക എന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇതോടൊപ്പം വിദേശ രാജ്യത്തെ ഒരു മതപുരോഹിതൻ്റെ പങ്കും മറ്റ് തീവ്രവാദ സംഘടനകളുടെ പങ്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇടവേള. കൊലപാതകമാണ് കഴിഞ്ഞ രാത്രി തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോലയിൽ ഉണ്ടായത്. മുക്കോലയിലെ പോർട്ട് പാലസ് ബാറിൽ തുടങ്ങിയ തർക്കം ബാറിന് പുറത്തേക്ക് നീണ്ടു. തിരുവല്ല സ്വദേശിയായ സുമൻ എന്ന യുവാവിനെ
4 അംഗ സംഘം അടിച്ചു കൊന്നു. റോഡിൽ കിടന്ന സുമനെ അതുവഴി എത്തിയ വാഹന യാത്രക്കാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളായ അനന്തു, അച്ചു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ ബാറുകളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും മാറുന്ന സംഭവങ്ങൾ പതിവായി കേൾക്കാറുണ്ട്. ഈ തിരുവനന്തപുരത്ത് സുമൻ എന്ന യുവാവിനെ കൊലപ്പെടുത്താനുള്ള കാരണം അത് വ്യക്തിപരമായ മറ്റെന്തെങ്കിലും വിരോധമാണോ അതോ ബാറിലുണ്ടായ തർക്കമാണോ പ്രകോപന കാരണം? ഏറ്റവും നിസ്സാരമായ വാക്ക് തർക്കം ഒരു യുവാവിനെ ഇങ്ങനെ ക്രൂരമായി, ഒരുപക്ഷെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തരത്തിലുള്ള, ചില തമിഴ് സിനിമകളിലുമൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. തീർത്തും മുൻവൈരാഗ്യമോ അല്ലെങ്കിൽ ഈ യുവാക്കൾ തമ്മിൽ നേരത്തെ തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാറിൽ മദ്യപിക്കാനെത്തിയ 2 സംഘങ്ങൾ അല്ലെങ്കിൽ 2 സംഘം കൂട്ടുകാർ അവർ തമ്മിൽ ഒരുമിച്ച് മദ്യപിക്കുന്നു. അതിനിടയിൽ ഒരാളും മറ്റു സംഘവുമായി തർക്കമുണ്ടാകുന്നു. അതിൽ ഈ കൊല്ലപ്പെട്ട യുവാവ് ഈ പ്രതികളിൽ ഒരാളെ മർദ്ദിക്കുന്നു. ആ തർക്കമാണ് പിന്നീട്, ആ മർദ്ദനമാണ് പിന്നീട് ബാറ് അടച്ച ശേഷം റോഡിലേക്ക്, ബാറിന് പുറത്തേക്ക് മാറുന്നത്. ഈ പ്രതികളിൽ ഒരാൾ തൻ്റെ സഹോദരനെ കൂടി അവിടെ വിളിച്ചു വരുത്തുന്നു. മറ്റേയാളെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഏതെങ്കിലും ആയുധം ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയോ കുത്തിയോ കൊലപ്പെടുത്തുന്നതല്ല, പകരം തറയിലിട്ട് ചവിട്ടി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ്. കൊലപ്പെടുത്തിയ ശേഷവും അയാളെ അതിക്രൂരമായി നെഞ്ചിൽ ചവിട്ടുകയാണ്. അതായത് അത്യന്തം ക്രൂരമായ കൊലപാതകം. അതിലൊരു സഹോദരങ്ങളിൽ ഒരാൾ വന്ന് പറയുന്നുണ്ട്, ഞാൻ മദ്യപിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വരികയാണ്. അതായത് ജ്യേഷ്ഠൻ അനുജനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അനുജൻ വന്നാണ് ബാക്കി ഈ ക്രൂരമായ കൊലപാതകത്തിൽ പ്രധാനമായും ഈ കൊലപാതകം നടത്തുന്നത്. അതിക്രൂരമായി ജ്യേഷ്ഠനെ മർദ്ദിച്ചു. അവൻ്റെ ശരീരത്തിൽ ചോര വന്ന കണ്ടില്ല, എൻ്റെ ചോരയല്ലേ, എങ്കിൽ ഞാൻ പകരം ചോദിക്കണ്ടേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. അവിടെ ഈ സെക്യൂരിറ്റി ജീവനക്കാർ അടക്കം ആ സമയത്ത് അവിടെ ഉണ്ട്, അവരോട് തട്ടിക്കയറുന്നുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഈ യുവാക്കൾക്ക് യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവുമില്ല. അവർ മറ്റു ചില ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവുമില്ല. ദിവസവേതനത്തിനൊക്കെ ജോലി ചെയ്ത് താൽക്കാലിക ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. ഈ കൊല്ലപ്പെട്ടയാൾ ഒരു ഹോട്ടൽ ജീവനക്കാരനാണ്. മറ്റു 2 അതുപോലെ തന്നെ ഒരാൾ ഒരു ബോഡി ബിൽഡറാണ്. ഒരു ജിംനേഷ്യം. ഇവിടെ ഈ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യം ആ ദൃശ്യങ്ങളാണ് അരുൺ. കാരണം അങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്, ദൃശ്യങ്ങൾ പകർത്തുന്നു. ആരാണ് ദൃശ്യം പകർത്തിയത്? ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെയാണോ? മാത്രമല്ല, അത് അരുൺ പറഞ്ഞതുപോലെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ല എങ്കിൽ ഇവര് ഈ രീതിയിലൊരു ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ ആ ഒരു ചെറിയ വാക്കുതർക്കം അല്ലെങ്കിൽ സഹോദരനെ മർദ്ദിച്ചതിന്റെ ആ ഒരു പ്രകോപനം മാത്രമാണോ കാരണം? മാത്രമല്ല, ഇങ്ങനെ ഈ രീതിയിലൊരു മനോവൈകൃതത്തിലേക്ക് അവർ മാറിയത് പോലും പരിശോധിക്കേണ്ട വിഷയമല്ല. അങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന് ദൃശ്യങ്ങൾ പകർത്തുന്നു, പിന്നീട് ആ ദൃശ്യം പുറത്തുവിടുന്നത്. ഇതെങ്ങനെയാണ് ഈ ദൃശ്യം മാധ്യമങ്ങൾക്ക് ലഭിച്ചത്, പുറത്തു വന്നത്? ബാറിലെ ജീവനക്കാർ, സെക്യൂരിറ്റി ജീവനക്കാരും മറ്റുമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അവരോടും തന്നെ അവസാനം ഈ യുവാക്കൾ തട്ടിക്കയറി, നിങ്ങൾ എന്തിനാണ് ചിത്രീകരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ അവിടെ ആളുകൾ കൂടുകയും ഇവർ പോവുകയുമായിരുന്നു. ആദ്യം പോലീസ് എത്തുമ്പോഴും അതുപോലെ ഈ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച നാട്ടുകാരുമൊക്കെ കരുതിയത് ഒരു വാഹനം തട്ടി അപകടം ഉണ്ടായത് ആണ് എന്നുള്ളതാണ്. പക്ഷേ പിന്നീടാണ് പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ഈ ബാറിനുള്ളിൽ നിന്നുള്ള തർക്കം, അത് പിന്നീട് ആ രീതിയിൽ വലിയ തരത്തിലുള്ള അക്രമത്തിലേക്ക് വഴിമാറുകയായിരുന്നു. അതിനെ തുടർന്ന് കൊലപാതകമെന്ന് വ്യക്തമാകുന്നത്. ഇതുവരെ പോലീസ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. ഇന്നലെ രാത്രി ഇവരൊരാൾ മദ്യലഹരിയിലായിരുന്നു. ഇയാൾക്കൊപ്പം ഒരാൾ കൂടി, 2 പേർക്കൊപ്പം 2 പേർ മാത്രം, ഒരാൾ കൂടി കസ്റ്റഡിയിലുണ്ട്. അയാളുടെ പങ്ക് പോലീസ് അന്വേഷിക്കുകയാണ്. അയാളും ഈ പ്രതികളിൽ ഒരാളായ യുവാവുമാണ് ആദ്യം ബാറിലുണ്ടായിരുന്നത്. അതിലൊരാൾക്കാണ് മർദ്ദനമേറ്റത്. അതുകൊണ്ട് അയാളുടെ പങ്ക് ഇതിൽ എത്രത്തോളം ഉണ്ട്, കൂടെ ഉണ്ടായിരുന്നു മാത്രമാണോ, അല്ലെങ്കിൽ അത് കണ്ടു നിന്നിട്ട് തടഞ്ഞില്ല എന്നുള്ളത് മാത്രമാണോ, അല്ലാതെ ഈ കൊലപാതകത്തിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന ദൃശ്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഒരാളെ കൂടി പ്രതികരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. ഈ ഹോട്ടൽ ജീവനക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഇവരുടെ മറ്റു പശ്ചാത്തലമൊക്കെ പോലീസ് പരിശോധിച്ചു. ഇതുവരെ പരിശോധിച്ചിരുന്ന ഇവർക്ക് ഒരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പെട്ടെന്നുണ്ടായ പ്രകോപനം, തൻ്റെ സഹോദരനെ മർദ്ദിച്ചു, സഹോദരൻ്റെ ശരീരത്തിൽ ചോര വന്നു, ആ ചോര എൻ്റെ കൂടി ചോരയാണ്, അങ്ങനെ അതിന് പകരം ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിലൊരു യുവാവ് പറയുന്നുണ്ട്, കൂടിപ്പോയാൽ ജയിലിൽ കിടക്കേണ്ടിയൊക്കെ വരുമായിരിക്കും, എങ്കിലും
ഇങ്ങനെയുള്ള ഒരുത്തിനെയും വെറുതെ വിടാൻ പറ്റില്ല. മാത്രമല്ല ഒരാളെ കൂടി അന്വേഷിക്കുന്നുമുണ്ട്. ഈ മരിച്ച യുവാവിനൊപ്പം വന്ന ആളെ കൂടി, സുമനൊപ്പം വന്ന ആളെ കൂടി അവർ അന്വേഷിക്കുന്നുമുണ്ട്. ഒരുപക്ഷെ അയാളെ ആ സമയത്ത് കിട്ടിയാൽ അയാളെ ഈ രീതി തന്നെ കൊലപ്പെടുത്തിയവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം അവിടെയിട്ട് ചവിട്ടുന്നു, തലയിലും അതുപോലെ നെഞ്ചിനുമൊക്കെ ചവിട്ടുന്നു. കൊന്നിട്ടും തീരാത്ത പകയാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇയാൾ മരിച്ചു എന്നിവർ അറിയില്ല എന്നാണ് പോലീസ് ലഭിച്ചിട്ടുള്ള വിവരം. പോലീസ് നൽകിയ മൊഴി. ഇവർ ഇതിനുശേഷം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവിടെ പോയി പോലീസ് അവരെ കസ്റ്റഡി എടുക്കുക. അതായത് ഒരാൾ ലഹരിയിലല്ലെന്ന് പറയുന്നു. ഇനി മദ്യപിച്ചിട്ടില്ലായിരിക്കാം, മറ്റെന്തെങ്കിലും ലഹരി ഉണ്ടോയെന്ന കാര്യത്തിലേക്ക് പോലീസ് പരിശോധന അന്വേഷണം നടത്തുന്നുണ്ട്. എന്താണ് ഇത്തരം ഒരു ക്രൂരകൃത്യം? ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനും ഇவ்விധം ചവിട്ടി തേക്കാനും മർദ്ദിക്കാനും ഒക്കെയുള്ള ഒരു നില ഇവർക്ക് എങ്ങനെ ലഭിച്ചു എന്ന കാര്യത്തിൽ കൂടി ഏറെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച. തലക്കെട്ട് അല്ലെങ്കിൽ കഴുത്തിന്, ആ ഒരു ചെറുപ്പക്കാരൻ്റെ കഴുത്തിന് ചവിട്ടുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയം തോന്നും. കാരണം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനോട് ഇങ്ങനെ ക്രൂരത കാട്ടാൻ കഴിയുമോ എന്ന്. ആരും ഈ സമയം ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടിട്ട് ഒരാൾ പോലും അത് പിടിച്ചു മാറ്റാൻ ചെന്നില്ലേ ആ സമയത്ത്? 12 മണിക്ക് ശേഷമാണ് 12 മണിക്ക് ബാർ ക്ലോസ് ചെയ്തു. അതിനുശേഷം പുറത്തിറങ്ങിയാണ് ഈ അടി നടക്കുന്നത്. അതൊരു നമുക്കറിയാം, തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടത്ത് നിന്ന് കോവളം വിഴിഞ്ഞം അതുവഴി കാരോട് കളിക്കാവിളിലേക്ക് പോകുന്ന പാതയ്ക്ക് മുകൾ വശത്താണ്, സർവീസ് റോഡിലാണ് ഈ ബാർ വരുന്നത്. ഇവിടുന്ന് തിരിഞ്ഞ് വിഴിഞ്ഞത്തേക്കുള്ള വഴിയാണ്, വിഴിഞ്ഞം പോർട്ടിലേക്ക് മറ്റും പോകുന്ന വഴിയാണ്. അവിടെ രാത്രി ശേഷം ഒരുപക്ഷെ ആ ബൈ റോഡിൽ ആളുകൾ കാണില്ല. താഴെ എപ്പോഴും രാത്രിയും സജീവമായ ദേശീയപാതയാണ്, അവിടെ ആളുകളുണ്ട്. പക്ഷേ ഈ മുകൾ ഭാഗത്ത് അധികം ആളുകൾ ഉണ്ടാകാൻ ഇടയില്ല. ആ ഭാഗത്തൊന്നും വീടുകളുമില്ല. പിന്നീട് വിഴിഞ്ഞം ഭാഗത്തേക്ക്, ആ റോഡിലേക്ക് കയറിയാൽ, മുല്ലൂരിലേക്ക് പോകുന്ന റോഡിലേക്ക് കയറിയാൽ മാത്രമേ അവിടെ അത്ര തിരക്കുണ്ടാകാൻ സാധ്യതയുള്ളൂ. ഈ ബാറിൽ ജീവനക്കാരുണ്ട്. ഇവർക്കൊപ്പം വന്ന ആൾ, ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഈ മരിച്ച ആളുടെ കൂടെ വന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. സുമനൊപ്പം വന്ന ആൾ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് മറ്റാളുകൾ അവിടെ ഉണ്ടായിരുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോലീസിൻ്റെയൊക്കെ പ്രതികരണം ഈ വിഷയത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നേരത്തെ വിളിക്കുമ്പോഴൊക്കെ ഇൻക്വസ്റ്റ് നടപടികളിലാണ് സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ. മറ്റു കാര്യങ്ങളും പോലീസ് സ്വാഭാവികം പരിശോധിക്കും. ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് പറയുമ്പോഴും എങ്ങനെയാണ് സാധാരണ മനോനിലയുള്ള ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കൃത്യമല്ല. ഒരാളെ അടിച്ചു, തിരിച്ച് അടിക്കുന്നു, അയാളെ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ കൊലപ്പെടുത്തുന്നവരെ അയാളെ കഴുത്ത് ഞെരിക്കാനും അതുപോലെ തന്നെ ബോധം പോയ ശേഷവും ഇങ്ങനെ നെഞ്ചിൽ കയറിയും മുഖത്തുമൊക്കെ ചവിട്ടാനുമൊക്കെയുള്ള മനോവൈകൃതം എങ്ങനെയാണ് ഈ യുവാക്കൾക്കുണ്ടായത്? ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഇവർ എങ്ങനെ ഇത്രയധികം ക്രൂരമായ കൃത്യം ചെയ്തു എന്ന കാര്യത്തിൽ പോലീസും സ്വാഭാവികം അന്വേഷിക്കും. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിൽ പുറത്തു വന്നിട്ടുള്ളത്. ടോം, വ്യക്തമാണ്. VVRനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഈ ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥ പരിശോധിക്കേണ്ടത്. അതായത് ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്തവർ, ഒരാൾ മദ്യപിച്ചിട്ടില്ല, അങ്ങനെ അല്ലാത്ത ഒരാളാണ് ഈ ഒരു യുവാവിനോട് ഈ ക്രൂരകൃത്യം ചെയ്തത്. കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം ഒരുപക്ഷെ അവർക്ക് ഉണ്ടായി കാണില്ല. പക്ഷേ അതിക്രൂരമായ മർദ്ദനം, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ച. ഒടുവിൽ അത് യുവാവിൻ്റെ മരണം സംഭവിക്കുന്നു. കൊലക്കേസിൽ 2 സഹോദരങ്ങൾ പിടിയിലാകുന്നു. പടക്കം പൊട്ടിക്കാതെ പൊതുവെ നമ്മുടെ നാട്ടിൽ വിഷു ആഘോഷമില്ല. പക്ഷെ അത് കണ്ണിൽ കലാശിച്ചൊരു സംഭവമാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തുണ്ടായത്. പടക്കം പൊട്ടിക്കുന്നതിനിടെ കയ്യിലിരുന്ന് ഗുണ്ട് പൊട്ടി യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം രാഗം കോർണറിലെ വെള്ളപ്പാൻതൊടി സ്വദേശി ദിലീപാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. പൊള്ളലേറ്റ ഉടൻ തന്നെ മാങ്ങോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, നമുക്കറിയാം ഈ വിഷു ആഘോഷങ്ങൾ, വിഷു ഉൾപ്പെടെയുള്ള പല ആഘോഷങ്ങൾക്കും പടക്കം അല്ലെങ്കിൽ ഗുണ്ടക്കങ്ങൾ പൊട്ടിക്കും. പക്ഷേ അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തം, അപകടമാണ് ഈ ശ്രീകൃഷ്ണപുരത്തുണ്ടായത്. എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരം? ടോമെ, വിഷു ദിവസം രാവിലെ, അതായത് ഇന്നലെ രാവിലെ കണി കണ്ട ശേഷം പടക്കങ്ങൾ പൊട്ടിച്ചു. തുടർന്ന് അതിൽ ബാക്കി വന്ന ക്ലബ് അംഗങ്ങളുമായി വീടിന് സമീപത്ത് തന്നെയാണ് ക്ലബ് ഉള്ളത്. ഇവർക്ക് ഒരു ക്ലബുണ്ട്. ഈ മരിച്ച ദിലീപിന്റെ ക്ലബുണ്ട്. ആ ക്ലബിന്റെ സമീപത്തെ ബാക്കി വന്ന പടക്കങ്ങൾ പൊട്ടിക്കുകയായിരുന്നു. കയ്യിലെ ഗുണ്ട് പൊട്ടിക്കുന്നതിനിടയിൽ ബാക്കിയുള്ള പടക്കങ്ങൾ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ച് അതിന്റെ ഒരു തീ വന്ന് ഈ കയ്യിലുള്ള പടക്കത്തിലേക്ക് വീഴുകയും തുടർന്ന് പടക്കം പൊട്ടുകയാണ് ഉണ്ടായിരുന്നത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ സമീപത്ത് ഉള്ള ഒരു മാങ്ങോട് മെഡിക്കൽ കോളേജിൽ, മാങ്ങോട് സ്വകാര്യ ആശുപത്രിയിലേക്ക്
എത്തിച്ചു. എത്തിക്കുമ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടു. തുടർന്ന് ദിലീപിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഈ മരിച്ച ദിലീപിന് 2 മക്കളാണുള്ളത്. ചെറുപ്രായവുമായിരുന്നു 2 മക്കൾ. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. പ്രജിത്ത്, ഇത് വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ചാണോ ഈ ദുരന്തം ഉണ്ടായത്? ആ സമയത്ത്, അതായത് ഈ യുവാവിന് മാത്രമാണോ ഈ അപകടം സംഭവിച്ചത്? മറ്റാർക്കെങ്കിലും, വീട്ടിലുണ്ടായിരുന്ന മറ്റാർക്കെങ്കിലും, സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റാർക്കെങ്കിലും പരിക്കേറ്റിരുന്നോ? ടോം, ഇത് വീട്ടിൽ വെച്ചിട്ടില്ല. വീടിന് സമീപത്തുള്ളവർക്ക് ഇവിടെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ വെച്ചിട്ട് കൂട്ടുകാർ മൊത്തം പടക്കം പൊട്ടിക്കുകയായിരുന്നു. പടക്കം പൊട്ടിച്ച സമയത്ത് വേറെ കയ്യിലുണ്ടായിരുന്ന ഒരു പടക്കത്തിന്റെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ആ പാക്കറ്റിലേക്ക് പടരുകയും ആ കയ്യിലുണ്ടായിരുന്ന യെസ്, വ്യക്തമാണ്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്താണ് പടക്കം പൊട്ടിക്കുന്നതിനിടെ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റത്. പിന്നീട് ആശുപത്രിയിൽ എത്തും മുൻപേ മരണം സംഭവിച്ചിരുന്നു. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. പ്രയാഗ്രാജ് കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഫർമാൻ ഖാനെതിരായ പോക്സോ കേസ് അന്വേഷിക്കുന്ന മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ. ഫർമാൻ ഖാന്റെ തൃക്കാക്കരയിലുള്ള സുഹൃത്തിനെ തേടിയാണ് പോലീസ് എത്തിയത്. ഹാജരാകില്ലെന്ന് സുഹൃത്ത് അറിയിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചെന്ന സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം പോലീസ് സംരക്ഷണം വേണമെന്ന് കാട്ടി പെൺകുട്ടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, നമുക്കറിയാം ഈ ഒരു വിവാഹം കേരളത്തിലെ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ആഘോഷിച്ചതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരുടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ നടന്ന വിവാഹം ഒടുവിൽ അത് പോക്സോ കേസാകുന്നു. കേസും പ്രശ്നങ്ങളും മധ്യപ്രദേശ് പോലീസ് ഒടുവിൽ കൊച്ചിയിലെത്തുന്നു. ഈ ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണോ നീക്കം? ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? ഫർമാൻ ഖാനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. 20-ാം തീയതി വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇവിടെ എത്തിയതിന്റെ ഉദ്ദേശം ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നതിൽ തടസ്സമില്ല. പ്രത്യേകിച്ച് ആ പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ മധ്യപ്രദേശ് പോലീസ് എന്തായാലും കേരളത്തിൽ എത്തിയിരിക്കുന്നത് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനാണ് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന. പക്ഷേ പെൺകുട്ടിയും ഭർത്താവും ഒളിവിലാണ്. എവിടെയാണെന്ന് പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ ഉടനെ പിടികൂടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയെ ഉടനെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ പെൺകുട്ടി അതിനിടയിൽ DGP-ക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തനിക്ക് പ്രായപൂർത്തിയായി, തന്റെ ആധാർ കാർഡിലെ വിവരങ്ങൾ അനുസരിച്ച് തനിക്ക് പ്രായപൂർത്തിയായി, തനിക്ക് പോലീസ് സംരക്ഷണം വേണം, തിരിച്ച് മധ്യപ്രദേശിലേക്ക് പോകാൻ തനിക്ക് തയ്യാറല്ല, അതുകൊണ്ട് തന്നെ പോലീസിന്റെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് നമ്മൾ കമ്മീഷണറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം മധ്യപ്രദേശ് പോലീസ് കേരളത്തിലുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തി അവർ വിവരങ്ങൾ ശേഖരിച്ചു. ഈ ഫർമാൻ ഖാന്റെ സുഹൃത്തിനെ
കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവുമുണ്ട്. കാരണം തട്ടിക്കൊണ്ടുപോകലാണ് ഈ സുഹൃത്തുക്കൾക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. പക്ഷേ സുഹൃത്ത് ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിട്ടില്ല. എന്തായാലും പോലീസ് എത്തിയിരിക്കുന്നത് ഈ പെൺകുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ എത്തിയിരിക്കുന്നതും പെൺകുട്ടിക്കായുള്ള അന്വേഷണത്തിൽ പങ്കുചേർന്നിരിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഈ സ്വാഭാവികമായും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. കുടുംബം തിരിച്ചു കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിന് അത് കുട്ടിയെ കുടുംബത്ത് എത്തിച്ചേ മതിയാകൂ. അപ്പോൾ ഇനി പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത് പോലെ ഒരു പോലീസ് സംരക്ഷണം കേരള പോലീസ് നൽകുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും കമ്മീഷണർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോടായി പറഞ്ഞത് മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് ഈ ഹൈക്കോടതിയുടെ വിധിയുടെ ഉത്തരവ് നമുക്ക് ലഭിച്ചത്, അത് പകർപ്പ് കൈമാറിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ അവരിവിടെ എത്തിയതെന്ന് അറിയുന്നില്ല. സ്വാഭാവികമായും കമ്മീഷണർ ആ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകില്ല. അത്രയും രഹസ്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മധ്യപ്രദേശ് പോലീസ് കേരളത്തിലുണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണ്. അതിനിടയിൽ ഈ പെൺകുട്ടി പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് കേട്ടോ. അതായത് നവമി, തനിക്കിപ്പോൾ പ്രായപൂർത്തിയായെന്നാണ് ഈ പെൺകുട്ടി അവകാശപ്പെടുന്നത്. അതിൻ്റെ രേഖകളടക്കം നേരത്തെ ഹാജരാക്കിയിരുന്നെങ്കിൽ പോലും അത് വ്യാജമാണെന്നാണ് മധ്യപ്രദേശ് പോലീസിൻ്റെ കണ്ടെത്തൽ. മാത്രമല്ല മധ്യപ്രദേശ് DGPക്കും കേരള DGPക്കും നേരത്തെ തന്നെ ST കമ്മീഷൻ റിപ്പോർട്ട് നൽകാൻ, അതായത് കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പോലീസിൻ്റെ ഭാഗത്തൊക്കെ ജാഗ്രതക്കുറവ് ഉണ്ടായി എന്ന രീതിയിലുള്ളൊരു നിരീക്ഷണമായിരുന്നു കമ്മീഷൻ്റേത്. പക്ഷേ ഇങ്ങനെയൊരു പരാതിയുമായി പോലീസിന് ഈ പെൺകുട്ടി സമീപിച്ച സാഹചര്യത്തിൽ എന്തായിരിക്കും കേരള പോലീസിൻ്റെ ഒരു നിലപാട്? ഈ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാൻ കഴിയുമോ? കാരണം നിയമപരമായി അത് സാധ്യമല്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. അത് രേഖകൾ അങ്ങനെയാണ് പറയപ്പെടുന്നത്. ആശുപത്രി രേഖകൾ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തലും. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് ഈ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാൻ സാധിക്കുമോ? അതോ നിയമപരമായി കൃത്യമായ ഒരു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമോ മുന്നോട്ട് നീങ്ങുക? സ്വാഭാവികമായും കേരള പോലീസിന് ഒരു സംരക്ഷണം നൽകുവാൻ കഴിയില്ല. കാരണം അത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. കുടുംബം ആ പെൺകുട്ടിയെ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിന് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയേ മതിയാകൂ. കാരണം നിയമപരമായി അത് മാത്രമാണ് നിലനിൽക്കുക. ഇപ്പോൾ ഈ യുവാവിന്റെ അറസ്റ്റ് മാത്രമാണ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് യുവാവിനെ അറസ്റ്റ് ചെയ്യാൻ മധ്യപ്രദേശ് പോലീസിന് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പെൺകുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്വാഭാവികമായും കുടുംബം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരികെ നൽകേണ്ട ഉത്തരവാദിത്വമുണ്ട്. മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ എത്തിയതും ആ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. മധ്യപ്രദേശ് പോലീസിന്റെ കൈവശമുള്ള തെളിവുകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം പറയുന്നത് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ്. പക്ഷേ പെൺകുട്ടി കാണിക്കുന്ന ആധാർ കാർഡിൽ പ്രായപൂർത്തിയായി എന്നുള്ളതാണ്. അത് കൃത്യമാണോ അതോ വ്യാജമാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ കുടുംബം നൽകിയ രേഖകളിൽ നിന്നെല്ലാം പോലീസ് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള രേഖയാണ്. അതനുസരിച്ച് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന വാദത്തിൽ തന്നെയാണ് കുടുംബവും അതോടൊപ്പം തന്നെ മധ്യപ്രദേശ് പോലീസും എത്തി നിൽക്കുന്നത്. ഇനി എന്തായാലും കേരള പോലീസ് മധ്യപ്രദേശ് പോലീസിന്റെ ആവശ്യപ്രകാരമുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും കേരള പോലീസും കടന്നിരിക്കുന്നത്. മറ്റ് രീതിയിലേക്കൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടതായി നമുക്ക് ലഭ്യമായിട്ടുമില്ല. മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. തൃക്കാക്കരയിൽ ഇന്നലെയുമായിട്ടൊക്കെ എത്തി വിശദാംശങ്ങളൊക്കെ തേടിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയും യുവാവും കളമശ്ശേരി ഭാഗത്താണുള്ളത്. അതായത് കൊച്ചിയിൽ തന്നെയാണ് മഹേഷ് കുമാറിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസ് എന്തിനാണ് കേരളത്തിൽ കൊച്ചിയിൽ എത്തിയതെന്ന് ഒരു വ്യക്തതയില്ല എന്നാണ് കമ്മീഷണർ മാധ്യമങ്ങളോട് നേരത്തെ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഹൈക്കോടതി ചെയ്തിട്ടുണ്ടല്ലോ, അതിലാണ് നമുക്കൊന്നും പറയാനല്ലോ. മധ്യപ്രദേശിൽ നിന്ന് പോലീസ് വന്നിട്ടുണ്ടെന്നാണ്. ആ മധ്യപ്രദേശ് പോലീസ് വന്നിട്ടുണ്ട്, പക്ഷേ ഹൈക്കോടതിന്റെ പരിധിയിലല്ലേ. അവരെന്തിനാ സർ വന്നിരിക്കുന്നത്? അവരെന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് ഹൈക്കോർട്ട് ഓർഡർ ഇസ് ദർ. മധ്യപ്രദേശ് പോലീസ് ദേ ഹാവ് എ കേസ്, ദേ ആർ അത് അന്വേഷിച്ച് അവർ വന്നിട്ടുണ്ട്. അത് മധ്യപ്രദേശ് പോലീസോട് ചോദിക്കേണ്ടത്. നമുക്കൊരു പരാതി നൽകിയിട്ടുണ്ടോ പോലീസ് പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ട്? ഹൈക്കോടതി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതിനുடைய കാപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതി 20-ാം തീയതി വരെ സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതനുസരിച്ച് അവരും ചെയ്യുമായിട്ട്. നമ്മളോട് അസിസ്റ്റൻസ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ല, മധ്യപ്രദേശ് പോലീസ് മറ്റൊരു സേനാംഗ രീതിയിൽ നമ്മളോട് വന്ന് പറഞ്ഞ് നമ്മൾ ഇത് ഹൈക്കോടതിയിൽ പരിധിയുണ്ട്, അതിനുடைய കാപ്പിയൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകണമെന്നാണോ? അത് മധ്യപ്രദേശ് പോലീസോട് ചോദിക്കേണ്ടത്. താങ്ക് യു. വീണ്ടും നവമി ദിനേശിലേക്ക്. നവമി, ഇത് മധ്യപ്രദേശിൽ വലിയ
ഒരു രാഷ്ട്രീയ കോളിളക്കം വരെ സൃഷ്ടിച്ചൊരു കേസ് കൂടിയാണ്. പോലീസ് അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. പക്ഷേ കേരള പോലീസ് ഒരു പ്രതിരോധത്തിലായ പ്രതിക്കൂട്ടം നിൽക്കുന്നൊരു കേസ് കൂടി ആയതുകൊണ്ട് തന്നെ കേരള പോലീസിൻ്റെ ഒരു സഹായം ഈ വിഷയത്തിൽ മധ്യപ്രദേശ് പോലീസ് തേടിയിട്ടുണ്ടോ? എന്താണ് കമ്മീഷണർ വ്യക്തമാക്കിയത്? എന്തായാലും കേരള പോലീസ് മാത്രമല്ല, സംസ്ഥാന സർക്കാരും ഒരു വിധത്തിൽ പ്രതിരോധത്തിലായി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ പെൺകുട്ടിയുടെ കല്യാണം നടത്താനായി മുൻപന്തിയിൽ നിന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ്. അവർക്കെതിരായിട്ടുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതിൽ അവരുടെ രീതിയിലുള്ള മറുപടി പറഞ്ഞെങ്കിൽ പോലും ഇത്തരത്തിലൊരു രേഖകൾ അല്ലെങ്കിൽ ഈ കുടുംബം പോലും എതിർത്തൊരു കല്യാണം അത് ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ യുവാവും യുവതിയും വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം, പെൺകുട്ടിയും വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നടത്തിക്കൊടുക്കേണ്ട, ഇത്രയും തിടുക്കപ്പെട്ട് നടത്തിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊരു ചോദ്യങ്ങളൊക്കെയാണ് ബാക്കിയാകുന്നത്. എന്തായാലും കേരള പോലീസ് മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടുമില്ല. ഇപ്പോൾ ഈ മധ്യപ്രദേശ് പോലീസ് എത്തി, സ്വാഭാവികമായും കമ്മീഷണറിൽ നിന്നുമൊക്കെ വിവരങ്ങൾ തേടിയിട്ടുണ്ടാകും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ആ യുവാവിന്റെ സുഹൃത്തിലേക്കുള്ള അന്വേഷണമൊക്കെ പോയിരിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടു പോകലാണ് ഈ സുഹൃത്തുക്കൾക്കെതിരായിട്ടുള്ള പോലീസിന്റെ അന്വേഷണത്തിലുള്ളത്. എന്തായാലും അവർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ എത്താനും തയ്യാറായിട്ടുമില്ല. സ്വാഭാവികമായും അറസ്റ്റ് ഭയന്നിട്ടായിരിക്കും യുവാവിന്റെ സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും യുവതിയും യുവാവും ഇപ്പോൾ, പെൺകുട്ടിയും യുവാവും ഇപ്പോൾ ഒളിവിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മധ്യപ്രദേശ് പോലീസ് പെൺകുട്ടിയെ സ്വാഭാവികമായും കുടുംബത്തിന്റെ പരാതി അനുസരിച്ച് പെൺകുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് കമ്മീഷണർ ഓഫീസിലാണ്. മധ്യപ്രദേശ് പോലീസ് ഇവിടെ കമ്മീഷണറെ കാണാൻ ഒരിക്കൽ കൂടി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടി കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും കേരള പോലീസ് ഇതിൽ തിടുക്കപ്പെട്ട് മറ്റ് നടപടികളൊന്നും എടുക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരള പോലീസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരെയും കാത്തിരിക്കുകയാണ്. മധ്യപ്രദേശ് പോലീസ് സഹായം തേടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ ഫർമാൻ ഖാനെ കണ്ടെത്താൻ ഉള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അയാൾക്ക് മുൻകൂർ ജാമ്യമുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയെ അവർ കൊണ്ടുപോകുമോ, അതോ കേരള പോലീസ് സംരക്ഷണം ഒരുക്കുമോ? ഇതാണ് ഇനി അറിയേണ്ടത്. ഒരു കാലത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിലെ ഹരമായിരുന്ന വിനോദ് കാംബ്ലി ഇന്ന് ആരോഗ്യവുമായി മല്ലിടുകയാണ്. തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തിൽ നിന്ന് താരം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു. പുകവലി നിർത്താത്തത് ഡോക്ടർമാരെ കാംബ്ലിയുടെ ആരോഗ്യനില സംരക്ഷിക്കുന്നതിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും മുൻ അമ്പയറുമായ മാർക്കസ് കൂട്ടോയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വിവരങ്ങളുമായി MS ഹരികൃഷ്ണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. നമുക്കറിയാം, സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആ കാലഘട്ടത്തിൽ യുവാക്കളുടെയൊക്കെ ഹരമായിരുന്ന ഒരു വലിയ യുവതാരമായി വളർന്നു വന്നു. പിന്നീട് മറ്റു പല ദുശീലങ്ങളും കളത്തിന് പുറത്തും കളത്തിനകത്തുമൊക്കെ പല വിവാദങ്ങളും സൃഷ്ടിച്ച വിനോദ് കാംബ്ലി, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാണെന്നറിയുന്നത് സ്വാഭാവികമായും ക്രിക്കറ്റ് ആരാധകരെ, കാംബ്ലിയുടെ ആരാധകരെ അടക്കം ഏറെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. എന്താണ് ഡോക്ടർമാർ നൽകുന്ന, ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം? അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ടോം സൂചിപ്പിച്ച പോലെ തന്നെയാണ് 1990കളിൽ സച്ചിനൊപ്പമുള്ള കമ്പാരിസൺ. 104 ഏകദിനങ്ങൾ, 17 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച വിനോദ് കാംബ്ലി, ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പോലും വിളിപ്പിച്ചുകൊണ്ടിരുന്ന വിനോദ് കാംബ്ലിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി, ഗ്രൗണ്ടിൽ പുറത്തുള്ള തർക്കങ്ങൾ, അകത്തെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കാരണം അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെടേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കരിയർ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതം പോലും ഒരു വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും. ഏകദേശം 18 മാസങ്ങൾക്ക് മുമ്പാണ്, കൃത്യമായി പറയുകയാണെങ്കിൽ 2024 ഡിസംബറിലാണ് അദ്ദേഹം ആകൃതി ഹോസ്പിറ്റലിൽ താനെയിൽ അഡ്മിറ്റ് ആകുന്നത്. ആ സമയത്ത് തൊട്ട് അദ്ദേഹത്തിന് ഈ ബ്രെയിൻ ക്ലോട്ടുമായി ബന്ധപ്പെട്ട് രക്തസ്രാവം, തലച്ചോറിലെ രക്തസ്രാവവുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് 2 കാര്യങ്ങളാണ് ഒട്ടും മാറ്റി നിർത്താൻ കഴിയാത്ത. ഒന്ന് മദ്യപാനം, മറ്റൊന്ന് പുകവലി. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം മദ്യം പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം പുകവലിക്കുന്നുണ്ട്. ആ ഒരു സാധ്യത, അല്ലെങ്കിൽ പുകവലിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു ബ്രെയിൻ സ്ട്രോക്കിലേക്ക് തന്നെയാണെന്നുള്ളതാണ് ആദിൽ ചഗ്ല പറയുന്നത്. അദ്ദേഹമാണ് ഡോക്ടർ, ന്യൂറോ സർജനാണ്. അദ്ദേഹമാണ് കാംബ്ലിയെ നിരീക്ഷിക്കുന്നതും പരിശോധിക്കുകയും ചെയ്യുന്നത്.
ചെയ്തത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കാംബ്ലിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നാളുകളായിട്ടുള്ള പ്രാർത്ഥനകളും ചർച്ചകളുമൊക്കെ സജീവമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അതിന് ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് മുൻ താരങ്ങൾ തന്നെ രംഗത്തൊട്ടുന്നുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ള താരങ്ങൾ അദ്ദേഹത്തിന് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സുനിൽ ഗവാസ്കറും കപിൽ ദേവും ഉൾപ്പെടെയുള്ള താരങ്ങൾ രംഗത്തെത്തുന്നുണ്ട്. ഇതെല്ലാം പിന്നണിയിൽ നടക്കുന്നുണ്ട്. റീഹാബിലേക്ക് മാറ്റാവുന്ന രീതിയിലേക്ക് വരെ ഈ താരങ്ങളെല്ലാം മാറുന്നുണ്ട്. 1983 വേൾഡ് കപ്പ് ടീമുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ തന്നെ ഈ കാംബ്ലിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ തന്നെ അവർ നടത്തി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സാഹചര്യം ഒക്കെ ഉണ്ട്. പക്ഷേ മാർക്കസ് കൂട്ടുയുടെ ഇപ്പോഴുള്ള വാക്കുകൾ അദ്ദേഹം പറയുന്നത് കാംബ്ലിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇടയ്ക്ക് വരും പോകും, അദ്ദേഹത്തിന് ഓർമ്മ നിൽക്കുന്നില്ല, ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കും, പക്ഷെ അപ്പോൾ തന്നെ മറന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട്. ആ വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് അദ്ദേഹം നടക്കാറുണ്ട്. പരിചയമില്ലാത്ത ആളുകളോട് വരെ സിഗരറ്റ് വേണമെന്ന് ചോദിക്കാറുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന് പുകവലിയിൽ നിന്ന് ഒരിക്കലും മാറാൻ കഴിയുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സാഹചര്യം. ഈ ചോദിക്കുന്നവരൊക്കെ തന്നെ കാംബ്ലിക്ക് സിഗരറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തോ സഹായം ചെയ്യുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. കാരണം മുൻ ഇന്ത്യൻ താരം ചോദിക്കുന്നു, അത് കൊടുക്കുന്നു എന്നുള്ള ആസ്പെക്റ്റിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ അവരറിയുന്നില്ല കാംബ്ലിയുടെ ആരോഗ്യം എത്രമാത്രമാണ് മോശമായി മാറിക്കൊണ്ടിരിക്കുന്നതെന്ന്. പൂർണ്ണമായും മദ്യപാനം കാംബ്ലി മാറ്റുന്നുണ്ടെങ്കിൽ പോലും ഈ പുകവലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് സ്ട്രോക്കിലേക്ക് നീങ്ങും എന്നാണ് പറയുന്നത്. ഏകദേശം ഈ 18 മാസത്തോളമായിട്ട് ഇങ്ങനെ ആശുപത്രിയിലായിട്ട് തന്നെയാണ് കാംബ്ലി നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആശ്വാസകരമായ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അത് വീണ്ടും മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്നതോടുകൂടി ആ ക്ലോട്ടിങ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ക്ലോട്ട് സ്ട്രോക്കാക്കി നീങ്ങിക്കഴിഞ്ഞാൽ കാംബ്ലിയുടെ ശരീരത്തിൽ ഇംബാലൻസ് തന്നെ ഒരു പ്രശ്നമായി നിൽക്കും. നേരെ നിൽക്കാനോ നടക്കാനോ പോലും കഴിയാതെ വരും. ഈ പുകവലിക്കുന്നതിലൂടെ കൂടി ഡയറക്റ്റ്ലി ബ്രെയിനിലോട്ടാണത് ബാധിക്കുന്നത്. ബാക്കി ലിവർ, കിഡ്നി, ലങ്സിനേക്കാളും ഉപരി ബ്രെയിനിലേക്ക് ഡയറക്റ്റ് ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ന്യൂറോ സർജൻ്റെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാവുന്നത്. പക്ഷേ കാംബ്ലിയുടെ ആരോഗ്യം വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. നിലവിൽ ക്ലോട്ടിംഗ് ആണ്, പക്ഷേ സ്ട്രോക്കിലേക്ക് നീങ്ങാനുള്ള സാധ്യത നീങ്ങുന്നു. ഫിനാൻഷ്യലി സഹായിക്കാനായിട്ട് മുൻ താരങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ വളരെ വേദനാജനകമാണ്. ഒരു കാലത്ത് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് വളരെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് സച്ചിനോടൊപ്പം തന്നെ ഐതിഹാസികമായ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെ ഇതുവരെ ആരും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ആ പാർട്ട്ണർഷിപ്പ് വരെ തീർത്ത കാംബ്ലിയുടെ അവസ്ഥ എന്ന് കാണുമ്പോഴേക്കും വളരെ പ്രശ്നമാണ്. പക്ഷേ കഴിഞ്ഞ വർഷം തന്നെ ഇരുവരുടെയും കോച്ചായ അച്രേക്കറുടെ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് ഇരുവരും സച്ചിനും കാംബ്ലിയും കൂടി ഒരുമിച്ച് കണ്ട ഒരു വീഡിയോ വളരെയധികം വൈറലായിരുന്നു. ഏകദേശം ഒരു 10 വർഷത്തിനിടയിൽ കാംബ്ലി വീണ്ടും ടെലിവിഷൻ സ്ക്രീനിലേക്ക് വന്നിരുന്നു. ഒരു പരസ്യത്തിലൂടെ, ഒരു ഐസ്ക്രീം അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ കാംബ്ലി വീണ്ടും വന്നത് നമ്മൾ കണ്ടതാണ്. ആ അഡ്വർടൈസ്മെൻറ്റും വൈറലായി മാറി. അങ്ങനെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും തന്നെ ഈ പുകവലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായി ഇതുവരെ അദ്ദേഹത്തിന് ക്വിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ കഴിയാത്തത് അദ്ദേഹത്തിന് ഇപ്പോഴും വലിയൊരു പ്രശ്നമായി മാറുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നു. കാരണം വളരെ ഫ്രജൈലായിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എന്നുള്ളതാണ് മെഡിക്കൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതിൽ എന്തെങ്കിലും രീതിയിൽ ഇനിയും തുടരാനാണ് സാഹചര്യമെങ്കിൽ അത് സ്ട്രോക്കിലേക്ക് നീങ്ങാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ അത് ഗണ്യമായി ബാധിക്കും. കാരണം അത് പ്രിവെൻറ്റ് ചെയ്യാനോ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ആരോഗ്യം നിലവിലില്ല. അത് അദ്ദേഹത്തിന് തന്നെ ഉള്ളിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി തൽക്കാലം കാംബ്ലിക്കില്ല. വല്ലാത്ത ക്ഷീണിതനാണ് അദ്ദേഹം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് വേദനാജനകം തന്നെയാണ് എന്നുള്ളതാണ് മാർക്കസ് കൂട്ടിയുടെ നിലവിലത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പുറത്തു പറയുന്ന കാര്യവുമായി പറയുന്നത്. പക്ഷേ ഫിനാൻഷ്യലി ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിക്കും. വ്യക്തമാണ്. MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിലൊരു ഇതിഹാസ താരമായി വളരേണ്ട താരമായിരുന്നു വിനോദ് കാംബ്ലി. പക്ഷേ കളത്തിന് പുറത്തും അകത്തുമൊക്കെയുള്ള വിവാദങ്ങളാണ് കാംബ്ലിയുടെ ജീവിതം തന്നെ തകർത്തത്. പക്ഷേ പല കായിക താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കുമൊക്കെ ഈ കാംബ്ലിയുടെ ജീവിതം ഒരു പാഠമാകേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ഈ വലിയ താരോദയത്തിലേക്ക് വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ താരമായി വളർന്നു വരുമ്പോൾ ഇതുപോലെ ദുശീലങ്ങളും അതല്ലെങ്കിൽ വഴിവിട്ട ജീവിതവും പല സൗഹൃദങ്ങളൊക്കെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാം. പക്ഷെ അതിനെ കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ, അതിനെ അകറ്റി നിർത്തിയില്ലെങ്കിൽ അത് അവരുടെ പ്രതിഭയെ ബാധിക്കാം, അവരുടെ മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കാം. അതാണ് വിനോദ് കാംബ്ലിക്ക് സംഭവിച്ചത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.